Hello, this is Abisha and welcome to my channel. കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇവിടെ കൊറോണയുടെ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഞാൻ താമസിക്കുന്ന സ്ഥലത്ത്. അതുകൊണ്ടാണ് ഷോപ്പിൽ പോകാൻ പറ്റാത്ത ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ 2 ബ്ലൗസ് ഡിസൈൻസ് ആണ് കാണിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, അത് ക്ലിയർ ചെയ്യാം. ബ്രൈഡൽ ബ്ലൗസ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാന്ന് ചില ആളുകൾക്ക് സെയിം അവരുടെ കല്യാണ സാരിയുടെ കൂടെ കിട്ടുന്ന ബ്ലൗസ് തന്നെ ഡിസൈൻ ചെയ്യണം എന്നുണ്ടാവും. എൻഗേജ്മെന്റ് സാരി ആണെങ്കിലും വെഡിങ് സാരി ആണെങ്കിലും അതേ ഇതിൽ തന്നെ ചെയ്യണം എന്നുള്ളവരുണ്ടാവും. ചിലർക്ക് പക്ഷേ കോൺട്രാസ്റ്റ് കളറിലായിരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ സെയിം ആ മെറ്റീരിയലിൽ തന്നെ ചെയ്യണം എന്നാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ആ മെറ്റീരിയൽ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ കട്ട് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ച അഡ്രസ്സ് തരും. അതിലേക്ക് കൊറിയർ ചെയ്താൽ നമ്മൾ ഇവിടുന്ന് ഡിസൈൻ ചെയ്ത് നിങ്ങൾക്ക് തിരിച്ച് കൊറിയർ അയച്ചു തരും. ഇനി കോൺട്രാസ്റ്റ് ആണെങ്കിൽ പിന്നെ തുണി അയക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സാരിയുടെ ഫോട്ടോ അയച്ചു തന്നാൽ നമ്മളതിൻ്റെ കോൺട്രാസ്റ്റ് സജസ്റ്റ് ചെയ്ത് അതിലുള്ള ബ്ലൗസ് ചെയ്യുന്നത്. അതാണ് ഓൺലൈൻ പ്രോസസ്സ്. സാരി ബ്ലൗസ് ഡിസൈൻ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ കാട്ടാൻ പോകുന്ന ബ്ലൗസ് ഒരുപാട് ഹെവി ഒന്നുമല്ല, ഒരു നോർമൽ കൈൻഡ് ഓഫ് ആണ്. ബ്രൈഡലായിട്ടും യൂസ് ചെയ്യാം, അല്ലാതെ നമുക്ക് ഇപ്പോൾ ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന 2 ബ്ലൗസ് ഡിസൈനാണ് ഞാനെന്ന വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്യാനൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. പിന്നെ വേറെ നമുക്ക് ബ്ലൗസ് ഡിസൈൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന ഒരു ബ്ലൗസ് എന്ന് പറയുന്നത് ഒരു പ്യോർ സിൽക്ക് ചെയ്തിട്ടുള്ള ബ്ലൗസാണ്. ആ പ്യോർ സിൽക്കിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതൊരു വെഡ്ഡിങ് ബ്ലൗസാണ്. ഇത് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള വെഡ്ഡിങ് സാരിയുടെ കൂടെയൊക്കെ യൂസ് ചെയ്യാം. ലൈക്ക് ഈ കളർ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഗ്രീൻ കളറിൻ്റെ കൂടെ, അതുപോലെ പിങ്ക് കളറിൻ്റെ കൂടെ, അങ്ങനെ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സിനെ കൂടെ. ഇതൊരു പർപ്പിൾ ഷെയ്ഡാണ്. വീഡിയോയിൽ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡാണ് കളർ വന്നിട്ടുള്ളത്. ഞാൻ സൂം ചെയ്ത് നോക്കാം. സൂം ചെയ്യുമ്പോഴും ലൈറ്റ് തന്നെയാണ് കാണുന്നത്. എനിവേ ഇത് കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡാണ്. ഒരു മല്ലിക കളർ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ഷെയ്ഡാണ് ഇത് ശരിക്കും വന്നിട്ടുള്ളത്. പ്യോർ സിൽക്കാണ് മെറ്റീരിയൽ, അതുകൊണ്ടാണ് ഇങ്ങനെ ഷൈനിങ് ആയിട്ടിരിക്കുന്നത്. മെറ്റീരിയൽ നല്ല സിൽക്കാണ്, ഒറിജിനൽ സിൽക്കിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ബ്ലൗസിൻ്റെ ഇതിപ്പോൾ ഫ്രണ്ട് പോർഷൻ ആയതുകൊണ്ടാണ് നെക്കിൻ്റെ പകുതിയാണ് ഹാൻഡ് വർക്ക് വന്നിട്ടുള്ളത്. ബാക്ക് നെക്കിൽ ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ഉണ്ട്. ഇത് പ്രിൻസസ് കട്ടിലാണ് ചെയ്തത്. പിന്നെ ഇത് ഫിനിഷ് ചെയ്തിട്ടുള്ളത് സൈഡ് സിബ് വെച്ചിട്ടാണ്. ഫ്രണ്ടിലും ബാക്കിലൊന്നും ഓപ്പൺ ഒന്നുമില്ല. സ്ലീവ് എൽബോ സ്ലീവാണ്. നമുക്കിനി ഇതിൻ്റെ ഹാൻഡ് വർക്ക് ഡീറ്റെയിൽസിലേക്ക് പോവാം. ഹാൻഡ് വർക്ക് നെക്കിൽ ഞാൻ പറഞ്ഞു ചെറിയൊരു സിമ്പിൾ ബോർഡർ ഡിസൈനേ വരുന്നുള്ളൂ. ഇത് തന്നെയാണ് ബാക്ക് നെക്കിലും വരുന്നത്. ഇത് ഡബിൾ ലെയറിൽ നമ്മൾ ആൻറ്റിക് കളർ ബീഡ്സ് വെച്ച് ചെയ്തിട്ടുള്ള സിമ്പിൾ ഡിസൈനാണ്. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ഡിസൈൻ വരുന്നത് സ്ലീവിലാണ്. സ്ലീവ് നോക്കുകയാണെങ്കിൽ സ്ലീവിൽ ഒരു ബ്രോഡായിട്ടുള്ള ബോർഡർ ഡിസൈൻ ഉണ്ട് ആദ്യം. ഇത് വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ളൊരു വർക്ക് പാറ്റേൺ ആണ് ആ ഒരു ബോർഡർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കുമ്പം കാണാം ഏറ്റവും മുകളിലായിട്ട് ആൻറ്റിക് കളർ ബീഡ്സ് ഗ്യാപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ഔട്ടർ ലൈൻ കൊടുത്തിട്ടുണ്ട്. മറ്റേ സെരി ത്രെഡ് വെച്ചിട്ടാണ്, ഗോൾഡൻ കളർ സെരി ത്രെഡ് വെച്ചിട്ടാണ് ഔട്ട്ലൈൻ ചെയ്തത്. അതിന് തന്നെ വേറൊരു ഔട്ട്ലൈൻ ഇവിടെയായിട്ടും വരുന്നുണ്ട്. അതിനുശേഷം ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കട്ട് ബീഡ്സ് ആണ്, ലോങ് കട്ട് ബീഡ്സ് ആണ്. ഒരു എന്താ പറയുക, ഒരു ചെവറോട്ട് പാറ്റേണിൽ ഒരു സൈഡിലേക്ക് ഡയറക്ഷനിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെയും ഷുഗർ ബീഡ്സ് ആണ്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് അടുത്ത ലൈൻ ഓഫ് കട്ട് ബീഡ്സ് പോകുന്നത്. അതായത് ആദ്യത്തേത് പോലെയല്ല, അപ്പോൾ ഒരു ആരോ പോലെ ഫോം ചെയ്തിട്ടുണ്ട് ആ ഒരു കട്ട് ബീഡ്സിൻ്റെ പാറ്റേൺ. അതിനുശേഷം ചെറിയ കട്ട് ബീഡ്സ് വെച്ചിട്ട് അത് ഒരു ഡാർക്ക് കളറാട്ടോ, ഡാർക്ക് ആൻറ്റിക് കളറുള്ള ചെറിയ കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു 6 ആഗ് പാറ്റേൺ പോലെ അതും കൊടുത്തിട്ടുണ്ട്. അത് ഡബിൾ ലെയറിലാണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം പിന്നെയും ഷുഗർ ബീഡ്സ് തന്നെയാണ്. പിന്നെ ആൻറ്റിക് ബീഡ്സ് മീഡിയം സൈസ്, പിന്നെ അതിൻ്റെ ലാർജർ സൈസിൻ്റെ 2 ലൈൻ. ഈ 2 ലൈനാണ് നമ്മൾ നെക്കിലൊക്കെ ബോർഡറായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതിൻ്റെ ഹൈലൈറ്റ് പറയുന്നത് ഈ കോയിൻസ് തന്നെയാണ്. ഇത് കോയിൻ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ബ്ലൗസാണ്. ബോർഡറിൽ താഴോട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആൻറ്റിക് കളറുള്ള കോയിൻ വർക്കാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സ്ലീവിൻ്റെ ഒരു ബോർഡർ ഡിസൈനിൻ്റെ ഡീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സ്ലീവിൽ ബുട്ടാസ് കൊടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ ബുട്ടാസ് നോക്കുകയാണെങ്കിൽ സെരി ത്രെഡ് വെച്ചിട്ടുള്ള
ബുട്ടാസാണ്. സെരി ത്രെഡ് വെച്ചിട്ട് ഔട്ടർ ലൈൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലോറൽ ബുട്ട പോലെ. സ്ലീവിൽ കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഇവിടെ ആയിട്ട് ഈ ഒരു പാറ്റേൺ വന്നിട്ടുണ്ട്. ഇത്രയാണ് ഇതിന്റെ പാറ്റേൺ. ഇതൊരു സിമ്പിൾ ബ്രൈഡൽ ബ്ലൗസാണ് നമുക്ക് പറയാം. ഒരുപാട് ഹെവി ഒന്നും അല്ലാത്ത ബ്രൈഡൽ ബ്ലൗസ് ഇഷ്ടപ്പെടുന്നു, പക്ഷെ ഹെവി അല്ലെങ്കിലും അതിൻ്റെ ഒരു എലഗൻസ് ഉള്ളൊരു ബ്രൈഡൽ ബ്ലൗസാണ് ഇത്. അല്ലെങ്കിൽ ഇപ്പോൾ ബ്രൈഡൽ വെയർ ആയിട്ട് സെറ്റ് സാരി, അതായത് ഇപ്പോൾ ഗുരുവായൂർ വെഡിങ് അങ്ങനത്തെ കേസിലൊക്കെ സെറ്റ് സാരീസൊക്കെ യൂസ് ചെയ്യും, അല്ലെ എൻഗേജ്മെന്റിന് സെറ്റ് സാരി ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളൊരു ബ്ലൗസ് ഡിസൈനാണ്. വളരെ ട്രഡീഷണൽ ലുക്കും തരും, നല്ല മെറ്റീരിയലും നല്ല കളറുമാണ്. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് പരിചയപ്പെടുത്താൻ പോകുന്ന ബ്ലൗസ്. ഇതിൻ്റെ കളർ ചേഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കളർ ചേഞ്ച് വേറെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് അടുത്ത വേറൊരു ബ്ലൗസ് പാറ്റേൺ കാണാം. ഇതാണ് അടുത്ത ബ്ലൗസ് ഡിസൈൻ എന്ന് പറയുന്നത്. ഇതും പ്യോർ സിൽക്കാണ്. ഇത് പക്ഷെ കസ്റ്റമറുടെ സാരിയുടെ ബ്ലൗസ് ആണ്. നമുക്ക് ഇതല്ലാതെ ഈ കളറിൽ തന്നെ ഇതൊരു ഓറഞ്ചും പീച്ചും റെഡും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കളറാണ്. ഇതേപോലുള്ള കളർ നമുക്ക് അല്ലാതെ പ്യോർ സിൽക്കിനും മേടിക്കാൻ കിട്ടും. കണ്ടോ, ഇതിനൊരു ബോർഡർ ഒക്കെ വരുന്നുണ്ട്. അത് കസ്റ്റമർ സാരിയുടെ ബോർഡറാണ് ആ ബോർഡർ വരുന്നത്. നമുക്ക് ബോർഡർ ഇല്ലാണ്ടും ഇത് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാരി ബോർഡർ വെച്ചിട്ടോ അല്ലെങ്കിൽ ബോർഡറിന് ഹാൻഡ് വർക്ക് ഇട്ടൊക്കെ ഈ ബ്ലൗസ് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് പ്രിൻസസ് കട്ട് ബ്ലൗസ് തന്നെയാണ്, പക്ഷെ ഇതിന് ബാക്ക് ഓപ്പൺ ആണ് വരുന്നത്. ബാക്ക് സൈഡ് ഞാൻ കാട്ടാം. ഇത് എൽബോ സ്ലീവ് ആണ് വരുന്നത്. മെറ്റീരിയൽ ഞാൻ പറഞ്ഞു സാരി ബ്ലൗസ് ആയിരുന്നു, സാരിയുടെ തന്നെ ബ്ലൗസാണ്, പക്ഷെ സിൽക്ക് തന്നെയാണ്, നല്ല സിൽക്കാണ്. ലൈനിങ് നമ്മൾ കോട്ടൺ ആണ് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഹാൻഡ് വർക്കിലേക്ക് പോവുകയാണെങ്കിൽ നെക്കിൽ വരുന്നത് ബോർഡർ ഡിസൈൻ ആണ്. ഇത് ഫ്രണ്ട് സൈഡ് ആയതുകൊണ്ടാണ് ഹാഫ് പോർഷൻ ചെയ്തിട്ടുള്ളത്. മറ്റേ സൈഡിൽ സാരി വന്ന് കവറാവും, അതുകൊണ്ട് ഇത്രേ ചെയ്യാറുള്ളൂ. ഇതിൽ നെക്കിൽ വന്നിട്ടുള്ളത് ചെറിയ ബുട്ടാസ്, ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ബുട്ടാസാണ്. അതായത് ഡയറക്ഷനിൽ വ്യത്യാസമുണ്ട്, ഒന്ന് മേലോട്ടും ഒന്ന് താഴ്ത്തും, അങ്ങനെയാണ് ഇതിൻ്റെ ഡയറക്ഷൻ വരുന്നത്. ബുട്ടാസ് ചെയ്തിട്ടുള്ളത് സെരി ത്രെഡ് വെച്ചിട്ടാണ്. സെരി ത്രെഡിന്റെ ഔട്ടർ ലൈൻ ഉണ്ട്, അതിനുശേഷം ആന്റി കളർ സർദോസി വെച്ചിട്ടുള്ള ഒരു ഔട്ടർ ലൈൻ ഉണ്ട്. അതിന്റെ ഉള്ളിൽ കട്ട് ബീഡ്സും എലോങ്ങേറ്റഡ് ആയിട്ടുള്ള കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ഒരു ഗോൾഡൻ സീക്വൻസും വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ ബുട്ട ഡിസൈൻ വരുന്നത്. അതിങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫുൾ നെക്കിൽ വരുന്നുണ്ട്, ബാക്ക് നെക്കിലും വരുന്നുണ്ട്. അതുകൂടാതെ അതിന്റെ ബാക്കി വരുന്ന സ്പേസിൽ ക്യാപ്പുകളിലൊക്കെ ഗോൾഡൻ കളർ തന്നെ ഷുഗർ ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു സ്പ്രെഡിങ് വർക്കാണ് വരുന്നത്. ഇതാണ് ഇതിന്റെ ഒരു നെക്കിൽ വന്നിട്ടുള്ള ഡിസൈൻ. നമുക്കിതിന്റെ സ്ലീവിലെ ഡിസൈൻ കാണാം. സ്ലീവിൽ ഒരു വലിയ ബുട്ട വർക്കാണ് വരുന്നത്. ഞാൻ അപ്പത്തെ സൈഡിൽ നിന്ന് കാട്ടാം, ഈ സൈഡ് അത്ര ക്ലിയർ ഇല്ല. ഓക്കെ, ഇതാണ് ഇതിന്റെ ബുട്ട വർക്ക് വരുന്നത്. സ്ലീവിൽ ഞാൻ പറഞ്ഞു ഈ ബോർഡറിന്റെ പാട് നമുക്ക് വേണമെങ്കിൽ ഹാൻഡ് വർക്ക് ബോർഡർ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ സെരി ബോർഡർ ഒക്കെ ചെയ്യാൻ പറ്റും. എനിവേ ഇവിടെ ഇതാണ് ഒരു വലിയ ബുട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒറ്റ ബുട്ടായേ ഉള്ളൂ. അതൊരു പ്രത്യേകം ഒരു പാറ്റേണിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതിൽ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ഞാൻ പറയാം. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് മെയിൻ ഔട്ടർ ലൈൻ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ സർദോസി വെച്ചിട്ടും കട്ട് ബീഡ്സ് വെച്ചിട്ടും പിന്നെ ആന്റി കളർ ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ടും സീക്വൻസ് വെച്ചിട്ടൊക്കെ അതിൽ ഫില്ലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട്. സെരി ത്രെഡും മറ്റേ ഷുഗർ ബീഡ്സും ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽസ്. അത് വെച്ചിട്ട് ഈ ഒരു പാറ്റേണിൽ നമ്മൾ ഒരു ബുട്ട ഫോം ആയിട്ടുണ്ട്. ഇതാണ് സ്ലീവിലുള്ള ഒരു വർക്ക് വരുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് വർക്ക് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് ഒന്ന് നോക്കാം. ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത്. ബാക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ ഒരു ഔട്ടർ വർക്ക്, ഔട്ടർ ലൈനിന്റെ വർക്ക് തന്നെയാണ് ബാക്ക് സൈഡ് ഫുള്ളായിട്ട് ആ വർക്ക് വരുന്നുണ്ട്. നമ്മൾ ഫ്രണ്ട് സൈഡിൽ ഒരു സൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബാക്കിൽ ഫുള്ളായിട്ട് വരുന്നുണ്ട്. ബാക്ക് ഓപ്പൺ ആണ് ഈ ബ്ലൗസ് വരുന്നത്. അതിന് കൂടെ നമ്മൾ ഒരു ഡോറി കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഹാങ്ങിങ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബ്ലൗസ് ഇതുപോലെ ഡിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സാരി ഓൾറെഡി ഉണ്ട്, ബ്ലൗസിൽ ഡിസൈൻ ചെയ്യാനാണെങ്കിൽ ബ്ലൗസ് കൊറിയർ ചെയ്ത് തന്നാൽ മതി. ബ്ലൗസ് പീസ് നമ്മൾ ഇവിടുന്ന് ചെയ്ത് വിടും. അതല്ലാന്നുണ്ടെങ്കിൽ കോൺട്രാസ്റ്റ് കളറുള്ള ബ്ലൗസുകൾ വേണമെന്നുണ്ടെങ്കിൽ കളർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് തരും. ബ്ലൗസ് അളവയച്ചു തന്നാൽ
അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറും ഉണ്ട്, അതിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അതിലാണ് ഇതുപോലെ ലേറ്റസ്റ്റ് വർക്കൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഫോട്ടോസൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക്. സജഷൻസ് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് ബൈ. താങ്ക് യു.